കർത്താവിനാൽ അനുഗ്രഹമായ നല്ല പകൽവേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൽ ബഹുമാന്യ ദൈവദാസന്മാർ, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വാത്സല്യ ദൈവമക്കൾ, ഒരിക്കൽ കൂടെ കർത്താവിന്റെ നാമനിമിത്തം ദൈവവചനവുമായി എഴുന്നേറ്റ് നിൽക്കുവാൻ പ്രാപ്തി തന്ന സർവശക്തനായ ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ ഇന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കാം. ഈ പകൽ വായിച്ച ദൈവവചന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്ക് വേഗത്തിൽ കൊണ്ടുവരാം. 46 സങ്കീർത്തനമാണ് നമുക്ക് വായിപ്പാനിടയായത്. വളരെ മനോഹരമായ ഈ സങ്കീർത്തന ഭാഗത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സങ്കീർത്തനത്തിന് അത് വായിച്ചപ്പോൾ എനിക്ക് അതിനകത്തു നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ, അതിനൊരു ഹെഡിങ് ആയിട്ട് ഞാൻ നൽകിയത് ഹല്ലേലൂയ മധ്യേ വസിക്കുന്ന ദൈവം എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഈ 11 വാക്യങ്ങളും നമ്മൾ മൊത്തത്തിൽ വായിച്ച് അതിനെ അവലോകനം ചെയ്യുമ്പോൾ മധ്യേ വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 5-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ ശ്രദ്ധിക്കുന്നു, ദൈവം അതിന്റെ മധ്യേ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആ തലവാചകത്തോടുള്ള ബന്ധത്തിൽ ഈ 11 വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനത്തെ 3 ഭാഗമായി തിരിക്കുവാനാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തുണയായി നിൽക്കുന്ന ദൈവത്തെയാണ് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ആ പദം 1-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ വാചകത്തിൽ കാണാൻ കഴിയുന്നു. അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനിതിന്റെ വിശദാംശത്തിലേക്ക് വരാം. 2-ാമത്തെ ചിന്ത എന്ന് പറയുന്നത് 2-ാമത്തെ ഭാഗം അതിന്റെ 7-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യവുമാണ്. അല്ലെങ്കിൽ കൂടെയുള്ള ദൈവം. ദൈവത്തിന് സ്തോത്രം. 1 തുണയായിരിക്കുന്ന ദൈവം, 2 കൂടെയുള്ള ദൈവം. ദൈവത്തിന് സ്തോത്രം. വീണ്ടും അതിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം ശ്രദ്ധിക്കുന്നത് ശാന്തത വരുത്തുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. 1 തുണയായ ദൈവം, 2 ഹല്ലേലൂയ കൂടെയുള്ള ദൈവം, 3 ശാന്തത വരുത്തുന്ന ദൈവം. ആ ദൈവമാണ് മധ്യേ വസിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, അല്ലെ നമ്മുടെ ദേശത്ത്, നമ്മുടെ സഭയിൽ അല്ലെ വസിപ്പാൻ ഇഷ്ടപ്പെടുന്നവനായി ദൈവം. ദൈവത്തിന് സ്തോത്രം. ദൈവം അല്ലെ നമ്മുടെ നടുവിൽ വസിക്കുന്നെങ്കിൽ, ദൈവം നമ്മുടെ മധ്യേ വസിക്കുന്നെങ്കിൽ, ഈ 3 അനുഭവങ്ങളും നമുക്ക് അനുഭവിപ്പാനായി കഴിയും. ദൈവത്തിന് സ്തോത്രം. ആ 3 അനുഭവങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് മധ്യേ വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് 5-ാമത്തെ വാക്യത്തിൽ നിന്ന് ഒടുവിലായി ചില വാക്കുകൾ ഓർപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടെ ആയിരിക്കാം. മധ്യേ വസിക്കുന്ന ദൈവം. 1-ാമത്തെ ഭാഗം ഞാൻ പറഞ്ഞു, അതിന്റെ 6 വരെയുള്ള വാക്യങ്ങളാണ്. തുണയായിരിക്കുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ആരംഭവാക്യത്തിൽ ഇങ്ങനെ നാം ശ്രദ്ധിക്കുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ആ വേറെ ഭാഗം വായിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുള്ളത്, അവിടെ പറയുന്നു അവൻ കഷ്ടങ്ങളിൽ തുണയായിരിക്കുന്നു എന്നല്ല ആ വാക്യത്തിൽ വായിക്കുന്നത്, കഷ്ടങ്ങളിൽ ഏറ്റവും. ആ വാക്യം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ, ശബ്ദമുയർത്തി. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ തുണ എന്നുള്ളതല്ല, കഷ്ടങ്ങളിൽ ഏറ്റവും, ഹല്ലേലൂയ, നല്ല തുണയെന്നല്ല, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. ദൈവത്തിന് സ്തോത്രം. അതിന്റെ ഓരോ വാക്കിനും ഒത്തിരി അർത്ഥവ്യാപ്തിയുണ്ട്, ഒത്തിരി ആഴം അതിനുണ്ട്. ദൈവത്തിന് സ്തോത്രം. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത
തൂണ. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിലെ ഏതു ഭക്തന്മാരോട് ചോദിച്ചാലും അവരൊക്കെ ആയിരുന്ന വേദന നിറഞ്ഞ സാഹചര്യങ്ങളുടെ നടുവിൽ, വേദന നിറഞ്ഞ അന്തരീക്ഷങ്ങളുടെ നടുവിൽ, പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിന്റെ ദാസനായ യോസഫിനെ കുറിച്ച്, അദ്ദേഹം കാരാഗ്രഹത്തിലായിരുന്ന ഒരനുഭവത്തെ കുറിച്ച് വചനം പറയുമ്പോൾ ആ എഴുതിയിരിക്കുന്ന വാക്യം ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ച് സ്തോത്രം ചെയ്യാറുണ്ട്. അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: യോസഫ് കാരാഗ്രഹത്തിൽ കിടന്നു, യഹോവ അവനോട് കൂടെ ഇരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നത് ഹല്ലേലൂയ അക്ഷരാർത്ഥത്തിൽ കിടക്കുന്ന യോസഫിന്റെ അരികെ ഹല്ലേലൂയ ഇരിക്കുന്ന ഒരു കർത്താവ്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിക്കുന്ന അപ്പന് ഹല്ലേലൂയ നിലയങ്കി ഉണ്ടാക്കി കൊടുത്ത അപ്പൻ അവിടെ കടന്നു വരാൻ കഴിയുന്നില്ല. പലപ്പോഴും തന്റെ ജീവന് വേണ്ടി ഹല്ലേലൂയ വാദിച്ചു നിന്ന രൂപേൻ അവിടെ എത്തുവാൻ കഴിയുന്നില്ല. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തന്റെ കൊച്ചനുജനായ ബെന്യാമീൻ അവിടെ ഹല്ലേലൂയ എത്തുവാൻ കഴിയുന്നില്ല. തങ്ങളുടെ കുടുംബത്തിൽ തങ്ങൾക്കെല്ലാം ആകെയുള്ള ഏക സഹോദരിയായ ദീനയ്ക്ക് അവിടെ എത്തുവാൻ കഴിയുന്നില്ല. സ്നേഹിക്കുന്ന പലർക്കും അവിടെ എത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ജീവിതത്തിന്റെ ഏത് വേദനയുടെ നടുവിലും കൂടെ വരാമെന്ന് പറയുക മാത്രമല്ല, കൂടെ ഇരിക്കുന്ന ആ നല്ല കർത്താവിനെ ഓർത്ത് അനുഭവിച്ച ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. വേദനയുടെ നടുവിൽ, ഭാരത്തിന്റെ നടുവിൽ ഹല്ലേലൂയ ഹല്ലേലൂയ നാം രോഗക്കിടക്കയിലായിരുന്നപ്പോൾ, നിന്ന് സഹിച്ച് മനം മടുത്തപ്പോൾ, വേദന കൊണ്ട് നമ്മുടെ മനസ്സ് തകർന്ന വേളകളിൽ ഹല്ലേലൂയ കൂടെ ഇരുന്ന് ഒരാശ്വാസം പറയുന്ന ആ കർത്താവ് എത്ര നല്ലവനാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നല്ലോ: ആശ്വസിപ്പിക്കുന്ന വല്ലവരുമുണ്ടോ എന്ന് ഞാൻ കാത്തിരുന്നു, ആരെയും കണ്ടില്ല. ഹല്ലേലൂയ. എന്റെ വേദനയുടെ നടുവിൽ, ഞാൻ രോഗിയായിരുന്നപ്പോ, ഞാൻ കഷ്ടതയിലായപ്പോ, ഞാൻ നിന്ദിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോ, ഹല്ലേലൂയ എന്റെ സാമ്പത്തികമായ വലിയ വേദനയുടെ നടുവിൽ ഇരുന്നപ്പോ ഹല്ലേലൂയ ഞാൻ കാതോർത്തിരുന്നു. ഓരോ ഫോൺ ബെല്ലടിക്കുമ്പോ ഞാൻ കാതോർത്തിരുന്നു. അതൊരു പക്ഷെ ഇന്നാരായിരിക്കാം, അതൊരു പക്ഷെ ഇന്ന സഹോദരി ആയിരിക്കാം, ഇന്ന ദൈവദാസനായിരിക്കാം, ഇന്ന സഹോദരനായിരിക്കാം. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതായ ആ സമയങ്ങളിൽ ഒന്നും കേട്ടതായ ആ ഫോണിന്റെ ശബ്ദത്തിന്റെ മറുതലയ്ക്കൽ നിന്ന് സംസാരിച്ചത് ഞാൻ ചിന്തിച്ചവരാരുമല്ല. എന്റെ സ്നേഹിതരായിരുന്നില്ല, എന്റെ ബന്ധുമിത്രാദികളായിരുന്നില്ല. ഒരുപക്ഷെ കൈയടിച്ച് സത്യം ചെയ്ത അല്ലെങ്കിൽ ശൗലും യോനാഥാനെ പോലെ വിട്ടുപിരിയാത്ത ആത്മസുഹൃത്തുക്കളായി നിന്ന് പലരും നമുക്ക് കൂടപ്പിറപ്പുകളെക്കാൾ അധികമായുള്ളപ്പോൾ ഒരുപക്ഷെ വേദനയുടെ നടുവിൽ ഒരിറ്റാശ്വാസത്തിന് വേണ്ടി നമ്മൾ കാത്തിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ വീടിന്റെ കോളിംഗ് ബെല്ല് ശബ്ദിച്ചപ്പോൾ, ഒരുപക്ഷെ നടന്നു വരുന്ന കാലൊച്ച കേട്ടപ്പോ നമ്മൾ ചിന്തിച്ചു അവരാരെങ്കിലും ആകും. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ആരെയും കണ്ടില്ല. ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഓർപ്പിച്ചല്ലോ, നമ്മുടെ ഈ അടുത്ത ദേശവാസിയായിരുന്ന സാധു കൊച്ചുപദേശി തന്റെ ശരീരത്തിൽ നിറഞ്ഞതായ വ്രണങ്ങൾക്ക് സൂര്യന്റെ ചൂടേറ്റ് ആശ്വാസം പ്രാപിക്കുവാൻ തന്റെ വീടിന്റേതായ മുമ്പിൽ ഹല്ലേലൂയ വഴിയോരത്ത് ചൂടേറ്റുകൊണ്ടിരിക്കുമ്പോൾ ചില വീടുകൾക്ക് അപ്പുറത്തു നിന്ന് തന്റേതായ ജ്യേഷ്ഠ സഹോദരൻ മെതിയടി കൊണ്ടുള്ളതായ അന്നത്തെ ചെരുപ്പ് മെതിയടിയ ഓലക്കുടയും ചൂടിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ അവിടെ നിന്ന് നടക്കുന്ന കണ്ട് തന്റെ വീടിന്റെ അടുക്കൽ എത്തുമ്പോഴെങ്കിലും ഹല്ലേലൂയ കൊച്ചുഞ്ഞെ നിനക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമെന്ന് അതൊന്ന് കേട്ട് മൂത്ത സഹോദരനിൽ നിന്ന് ആ ഒരാശ്വാസം കേട്ട് ഒരു ഇളയ സഹോദരൻ ഹല്ലേലൂയ കേൾക്കുവാൻ കൊതിച്ചിരിക്കുമ്പോൾ ആ തന്റെ ജീവചരിത്രത്തിൽ പറയുന്നത് നേരെ പിടിച്ചുകൊണ്ട് വന്നതായ ഓലക്കുട തന്റെ വീടിന്റെ മുമ്പിൽ വന്നപ്പോൾ തനിക്ക് എതിരായി പിടിച്ച് നടന്നകലുന്നതായ ആ ജ്യേഷ്ഠ സഹോദരനെ കണ്ടപ്പോ ദൈവദാസന് ഉള്ളെന്ന് ഒന്നുപാടി പാരിലെല്ലാവരും കണ്ടും കാണാതെയും പോകുന്നു. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ട്. ഇത് കൊച്ചുപദേശിയുടെ മാത്രം അനുഭവമല്ല, ഇവിടെ ഇരിക്കുന്ന കത്തുദാസന്മാരുടെ, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെ അനുഭവമാ. കഴിഞ്ഞ നാളുകൾ കാത്തിരുന്ന പലരും കാണാതെ പോയപ്പോ ഹല്ലേലൂയ
അല്ലെങ്കിൽ നമ്മുടെ ഇടയിലിരിക്കുന്ന ഒരിക്കൽ ഒരു വ്യക്തി പറഞ്ഞൊരു സാക്ഷി ഞാൻ ഓർക്കുന്നു. അല്ല പാസ്റ്ററെ, ഞങ്ങളുടെ വീടിന്റെ മുമ്പിലൂടെ ഞങ്ങളുടെ സഹോദരങ്ങൾ വാഹനത്തെ പോകുമ്പോ ഞങ്ങളുടെ വീടിന്റെ പടിക്കലെത്തുമ്പോ സ്പീഡ് കൂട്ടി പോകുന്ന കണ്ടിട്ടുണ്ട്. എന്ത് നൊമ്പരമാണെന്നറിയാമോ, എന്ത് വേദനയാണെന്നറിയാമോ. എന്നാൽ അവരുടെ ഒക്കെ നടുവിൽ മാനിക്കുന്ന ദൈവകൃപയോർത്ത് എത്ര ദൈവമക്കൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. ഹല്ലേലൂയ. ആര് കണ്ടില്ലെങ്കിലും ആരെല്ലാം കാണാതെ പോയാലും എന്നെ മറികടക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാ പാട്ടുകാരൻ ഹല്ലേലൂയ ഇങ്ങനെ ഒരു പാട്ടിലുണ്ട്, പോകല്ലേ കടന്നെ എൻ പ്രിയ യേശുവേ. ഹല്ലേലൂയ. നീ പോകല്ലേ, എന്നെ കടന്നു പോകരുത്. പലരും അല്ലെ കടന്നു പോകുന്നുണ്ട്, പലരും കാണാതെ പോകുന്നുണ്ട്. അല്ലെ കാണാതിരിക്കുവാൻ മറുവഴി കൂടെ പോകുന്ന ആളുകളുണ്ട്. കർത്താവേ ഹല്ലേലൂയ, നീ എന്നെ കടന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാ. യോസഫ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോ കൂടെ ഇരിക്കുന്ന ഹല്ലേലൂയ, ഭയപ്പെടേണ്ട, ഹല്ലേലൂയ, സാരമില്ലെന്ന് പറയുന്ന ഹല്ലേലൂയ, നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ പാടി ആശ്വസിക്കുന്ന ഒരു പാട്ടാണല്ലോ. ഹല്ലേലൂയ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലം നോദിടും തൻ മാർവിലെന്നെ ചേർത്തിടും, സാരമില്ലം നോദിടും തൻ മാർവിലെന്നെ ചേർത്തിടും. 4 മണിക്ക് സ്കൂളിൽ വിട്ട് വീട്ടിലേക്ക് വരാൻ കാത്തിരിക്കുന്ന കുഞ്ഞിനെ തേടി അതിന്റെ അപ്പനോ അമ്മയോ ഹല്ലേലൂയ വാഹനത്തിലോ അല്ലാതെയോ സ്കൂളിന്റെ ഹല്ലേലൂയ മുറ്റത്ത് വരെ എത്തിയപ്പോ അമ്മയും അപ്പനെയും കണ്ട് ഓടി വന്നതായ കുഞ്ഞിന്റെ മുഖം പഴയതുപോലെ എന്നും കാണുന്നത് പോലെ സന്തോഷമല്ലാതിരിക്കുന്ന കണ്ടപ്പോ ചോദിച്ചു, കുഞ്ഞെ നിനക്ക് എന്തു പറ്റി? അത്രയും ചോദിച്ചതേ ഉള്ളൂ. ഒരു വലിയ പൊട്ടിക്കരച്ചിൽ. ഹല്ലേലൂയ. പൊട്ടിക്കരച്ചില് നല്ല നിമിഷങ്ങൾ ആ പൊട്ടിക്കരച്ചിൽ ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞപ്പോ വീണ്ടും ചോദിച്ചു, കുഞ്ഞെ എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോ അല്ലെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പറയാറുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലേലു ഇന്ന കൊച്ച് അല്ലെങ്കിൽ ഇന്ന എന്റെ ഹല്ലേലു കൂട്ടുകാരി ഹല്ലേലൂയ എന്നെ പെൻസിൽ കൊണ്ട് കുത്തി, അല്ലെങ്കിൽ എന്നെ ഇന്നത് ചെയ്തു, അത്രയും അങ്ങോട്ട് പറയുമ്പോ അല്ലെങ്കിൽ ഞാൻ എഴുതിക്കൊണ്ടിരുന്ന ഇന്നൊക്കെ ഹല്ലേലൂയ പെൻസിൽ അല്ലേ ഉപയോഗിക്കുന്നത് അല്ലെ എന്നാ കുറെ കൂടെ വർഷങ്ങളിലേക്കൊക്കെ അല്ലെ ഇറങ്ങി നോക്കുമ്പോ അന്ന് കല്ല് പെൻസില്ല. ദൈവത്തിന് സ്തോത്രം. 5 പൈസയ്ക്ക് 1ഉം 2ഉം ഒക്കെ വാങ്ങിച്ചിട്ടുള്ള അനുഭവം ഞാൻ ഓർക്കുന്നു. അല്ലെ വളരെ സന്തോഷത്തോടെ ആരെങ്കിലും ഒരു അല്ലെ ചോക്ക് പെൻസിലൊക്കെ തന്നാൽ അല്ലെ വളരെ ഭദ്രമായി സൂക്ഷിക്കാറുണ്ട്. എന്നാൽ അത് ഒടിയരുതെന്ന ആഗ്രഹം. എന്നാൽ നിർഭാഗ്യം, അത് താഴെ വീണ ഒടിയും. ആരെങ്കിലും വല്ലാതെ കൈകാര്യം ചെയ്യാൻ അത് ഒടിക്കും. അത് ഒടിഞ്ഞു പോകുമ്പോൾ എന്ത് പ്രയാസമാണെന്നറിയാമോ? അപ്പോൾ ഒരു ഉദാഹരണം അതാ സംഭവം എന്നിരിക്കട്ടെ, എന്റെ കല്ല് പെൻസിൽ ഒടിച്ചു എന്ന് പറയുമ്പോ ഹല്ലേലൂയ ആ കുഞ്ഞിനെ അതിന്റെ അമ്മയോ അപ്പനെയോ തോളോടിങ്ങനെ കോരിയെടുത്ത് നെഞ്ചത്തോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, മോള് കരയണ്ട, മോൻ കരയണ്ട, ഇതിനേക്കാൾ നല്ലത് ഞാൻ 2 വാങ്ങിച്ചു തരാന്ന് പറയുമ്പോ അതിന്റെ കണ്ണുനീര് പോകും. ദൈവത്തിന് സ്തോത്രം. അതാ പാട്ടുകാരൻ പറയുന്നത്, നിന്റെ പ്രശ്നങ്ങൾ അറിയുമ്പോ ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം അവൻ താങ്ങിടും. എന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, സാരമില്ല, അതല്ലേ ഉള്ളോ വിഷയം, അത് സാരമില്ല, ഞാൻ പരിഹരിച്ചു തരാം. പ്രിയരെ, ഇന്ന് പകൽക്കാലം ആരെ കൊണ്ടും പരിഹരിക്കാൻ കഴിയാത്ത ജീവിതത്തിന്റെ ഏത് വേദനയുടെ വിഷയങ്ങളും പരിഹരിക്കുന്ന ഒരു നല്ല കർത്താവാണ് നമ്മെ രക്ഷിച്ചത്. ആ നല്ല കർത്താവ് ഇന്ന് പകല് നമ്മുടെ മധ്യേ ഉള്ളത്. അതോർത്ത് നാം സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കണം. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിന്റെ കോപം കൊണ്ട് അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. ഭക്തന്മാരുടെ ഓരോരുത്തരുടെ ചരിത്രം പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും നോക്കിയ അവരൊക്കെ പറയുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, കർത്താവ് എനിക്ക് തുണയായിരുന്നു. കഷ്ടങ്ങളിൽ അവൻ കൂടെയുണ്ടായിരുന്നു. അവൻ ആശ്വാസകനായി കൂടെയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എരിയുന്ന തീച്ചൂളയിലേക്ക്, സിംഹങ്ങളുടെ കൂട്ടിലേക്ക് ഒക്കെ എറിയപ്പെട്ട വീഴ്ത്തപ്പെട്ട ആളുകളോട് ചോദിച്ചാൽ അവരൊക്കെ പറയുന്നത്, ഞങ്ങളായിരുന്ന കഷ്ടതയുടെ നടുവിൽ കൂടെ ഇറങ്ങി വന്ന ഒരു കർത്താവുണ്ട്, കൂടെ കഴിയാൻ ഇഷ്ടപ്പെട്ട ഒരു ദൈവമുണ്ട്, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞൊരു ദൈവമുണ്ട്, അവനാ ഞങ്ങളുടെ തുണ.
ദൈവത്തിന് സ്തോത്രം. പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും വാക്യങ്ങൾ, പുസ്തകങ്ങളൊക്കെ നാം ശ്രദ്ധിച്ചു പഠിച്ചാൽ അവിടെ എല്ലാം ആവർത്തിക്കപ്പെട്ടിട്ടുള്ള, ഒത്തിരിയും പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു പദപ്രയോഗമാണ് ഞാൻ കൂടെ ഇരിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രവാചകനായ യെശയ്യാവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ദൈവത്തിന് സ്തോത്രം. അല്ലെ, പുതിയ നിയമത്തിലെ ആദ്യ സുവിശേഷത്തിന്റെ അവസാന ഭാഗങ്ങൾ ഇങ്ങനെ നാം ശ്രദ്ധിക്കുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അല്ലെ, കൂടെയുള്ള ദൈവം. ഹല്ലേലൂയ. കൂട്ടിന് വരുന്ന ഒരു ദൈവം, കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ലോകത്തിന്റെ അവസാന സമയം വരെയും, നമ്മുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും നമ്മുടെ കൂടെ വരുന്നതായ ഒരു കർത്താവ്. ഹല്ലേലൂയ. കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നാലും ഞാൻ ഒരു അനർത്ഥവും, എന്താ കാര്യം? നീ എന്നോട് കൂടെ ഇരിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് ഭയമില്ലാത്തതിന്റെ കാരണം, ഞാൻ ടെൻഷൻ അടിക്കാത്തതിന്റെ കാരണം, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാഞ്ഞിട്ടല്ല, പ്രതികൂലങ്ങൾ വരാഞ്ഞിട്ടല്ല, കൂരിരുളിന്റെ അനുഭവങ്ങൾ വരാഞ്ഞിട്ടല്ല. ഹല്ലേലൂയ. അവിടെ കൂരിരുളെന്ന് മലയാള ഭാഷയിൽ തർജ്ജിമ ചെയ്തിരിക്കുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ മരണനിഴലിന്റെ താഴ്വരയെന്ന്, മരണനിഴലിന്റെ താഴ്വരയിൽ കൂടി പോകേണ്ടി വന്നാലും എനിക്ക് ഭയമില്ല, എനിക്ക് ഭാരമില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. മരണത്തെ മുഖാമുഖമായി കാണുമ്പോഴും, ഹല്ലേലൂയ, വേദനകളെ മുഖാമുഖമായി കാണുമ്പോഴും നമുക്ക് പറയാനൊന്നുണ്ട്, നീ എന്നോട് കൂടെ, നീ എന്നോട് കൂടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയരേ, ഹല്ലേലൂയ, ആരൊക്കെ നമ്മുടെ കൂടെയുണ്ടെങ്കിലും അതുകൊണ്ടൊരാശ്വാസം ലഭിക്കണമെന്നില്ല. എന്ന കർത്താവ് കൂടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് നമ്മോട് കൂടെയുണ്ടെങ്കിൽ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, അതാണ് ആശ്വാസം. ഹല്ലേലൂയ. പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടതായ യോഹന്നാന് ചെയ്തതായ കഷ്ടത നിറഞ്ഞ, ക്രൂരത നിറഞ്ഞ പീഡനങ്ങളുടെ പരമ്പരകൾ നമുക്കറിയാം. എവിടെ നോക്കിയാലും ശൂന്യമായ, മൗനമായ ഒരന്തരീക്ഷം. തലയോട്ടികൾ അവിടങ്ങളായി ചിതറപ്പെട്ടു കിടക്കുന്നു. അസ്ഥികഷ്ണങ്ങൾ, എല്ലിൻ കഷ്ണങ്ങൾ അവിടവിടങ്ങളായി ചിതറപ്പെട്ടു കിടക്കുന്നു. ഹല്ലേലൂയ. ഓരിയിടുന്ന മൃഗങ്ങളുടെ ശബ്ദം, മനുഷ്യനെന്ന് പറയാൻ താൻ മാത്രമല്ലാതെ ആരുമില്ലാതിരിക്കുന്ന, അല്ലെ, ക്രൂര മൃഗങ്ങൾ വസിക്കുന്ന, ഹല്ലേലൂയ, സ്വൈരവിഹാരം നടത്തുന്ന ആ ഒരു അന്തരീക്ഷത്തിലേക്ക് യോഹന്നാൻ നാട് കടത്തിയപ്പോൾ അന്നത്തെ കാലങ്ങളിലെ ക്രൂര വിനോദമെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ളതായ ഒരു ശിക്ഷാ നടപടിയുടെ ഭാഗമായി, ഹല്ലേലൂയ, പത്മോസിലേക്ക് നാട് കടത്തി. പത്മോസിലേക്ക് നാട് കടത്തുന്നതിന്റെ ഉദ്ദേശം, അവിടേക്ക് നാട് കടത്തിയവരാരും ജീവനോടെ ഇരിപ്പില്ല, ജീവനോടെ മടങ്ങി വരികയില്ല. അവിടം കൊണ്ട് അവരുടെ അധ്യായം തീരുകയാണ്. അവിടം കൊണ്ട് അവർ ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ്. ആരും ജീവനോടെ ശേഷിക്കുന്നില്ല. എണ്ണയിലിട്ടപ്പോൾ ഈ മനുഷ്യനൊന്നും സംഭവിച്ചില്ല. എണ്ണയിൽ ചില മണിക്കൂറുകൾ ഒരു വലിയ പാത്രത്തിൽ തിളച്ചുമറിയുന്ന എണ്ണയിലേക്ക് യോഹന്നാനെ ഇട്ടു. ആ യോഹന്നാൻ ചില മണിക്കൂറുകൾ ഉള്ളിൽ അവൻ വെന്ത് അവന്റെ ജീവിതം തകരുന്നത് കാണാൻ കാത്തിരിക്കുന്ന ആളുകൾ അവന്റെ മുഖത്തൊരു ഭാവപ്രകടനങ്ങളോ ഒരു ഭാവമാറ്റമോ ശ്രദ്ധിക്കാൻ കഴിയാതെ ഇരുന്നപ്പോൾ, അല്ലെങ്കിൽ ആളുകൾ തീരുമാനിച്ചു, ഇവനെ ഇതിനകത്ത് കൊല്ലാൻ കഴിയുകയില്ല. അവനെ പുറത്തിറക്കിയപ്പോൾ യോഹന്നാനോട് ചോദിച്ചു, യോഹന്നാനെ, ആ തിളച്ച എണ്ണയ്ക്കകത്തുള്ളതിന്റെ അവസ്ഥയെക്കുറിച്ചൊന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത്, ഇത്രയും നല്ല ഒരു തണുത്ത അനുഭവത്തിനകത്ത്, ഒരു AC മുറിക്കകത്തിരിക്കുന്ന ഒരു അനുഭൂതിയായിരുന്നു എനിക്ക് തിളച്ച എണ്ണയ്ക്കകത്തുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളെ അവർക്ക് എഗ്രി ചെയ്യേണ്ടി വന്നു. കാരണം എന്തെന്നറിയാമോ? തന്റെ ശരീരത്ത് അല്പം പോലും ഒരു പൊള്ളലിന്റെ പാടില്ലാതെ, അല്ലെങ്കിൽ ഒരു AC മുറിക്കകത്തുനിന്ന് പുറത്തേക്ക് വരുന്നവന്റെ ആ ഒരു പ്രത്യേക പുഞ്ചിരിയോടെ ഈ തിളച്ച എണ്ണയിൽ നിന്ന് പൊക്കിയെടുത്ത യോഹന്നാൻ അങ്ങനെ പ്രതികരിച്ചപ്പോൾ, അതിനു മുമ്പ് പ്രത്യേകമായി ആ കാലങ്ങളിൽ മനുഷ്യനെ കൊല്ലുവാൻ ഉപയോഗിക്കുന്ന ചില പ്രത്യേകമായി ഉണ്ടാക്കിയതായ തോലിനകത്ത് മനുഷ്യനെ വരിഞ്ഞു മുറുക്കി കുത്തിക്കെട്ടി വെയിലിലേക്ക് ഇടാറുണ്ട്. 1-2 ദിവസം അതും ചെയ്തു നോക്കി.
ആ ഒരു തോലിന്റെ പ്രത്യേകത, വെയിൽ ഉറയ്ക്കുന്നതിനനുസരിച്ച് ഈ തോല് ചുരുങ്ങും. തോല് ചുരുങ്ങുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെതായ അസ്ഥികളുടെ ഒക്കെ ബന്ധം വിടും. ദൈവത്തിന് സ്തോത്രം. ചെയ്യാവുന്നതൊക്കെ ചെയ്തു നോക്കി. ഒടുവിലത്തെ പരിപാടിയായിട്ടാണ് പത്മോസിലേക്ക് അവനെ നാട് കടത്തിയത്. എന്നാൽ അവിടെ യോഹന്നാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്നോട് സംസാരിക്കുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. അവിടേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവസാന്നിധ്യം ഞാൻ അനുഭവിച്ചു. എന്നോട് കേട്ട ശബ്ദം എന്തെന്നറിയുവാൻ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോടിന് സദൃശമായ കാലുള്ളവനായി, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവനായ ഒരുവനെ ഞാൻ കണ്ടു. അതൊരു പച്ചേ യേശുക്രിസ്തു ആയിരിക്കുമോ എന്നല്ലവൻ പറഞ്ഞതോ, അത് നസ്രയനായവൻ തന്നെയാ. കൂട്ടിന് വരുന്നവൻ, കൂടെ വരുന്നവൻ. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മുടെ ദുർഗമാകുന്നു. അവൻ നമ്മുടെ കൂടെ ഇരിക്കുന്നവന്. അവൻ നമ്മുടെ ആശ്വാസമാ. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, ഇത് യോഹന്നാന്റെ മാത്രം ചരിത്രമല്ല. നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയും. ഈ ജീവിതത്തിന്റെ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നാം ഒറ്റയ്ക്ക് യാത്ര ചെയ്തപ്പോൾ ഒരുപക്ഷെ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളൊക്കെ ജീവിതത്തിന് നേരെ കടന്നു വന്നപ്പോൾ അവിടെ എല്ലാം താങ്ങായി തണലായി വെളിപ്പെട്ട ദൈവകൃപ എത്ര വലിയതാ, ആ ദൈവ സാന്നിധ്യം എത്ര വലുതാ. അത് അനുഭവിച്ചവർ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തിയത് എത്രയോ ശ്രേഷ്ഠമാ. മൂന്നാമത്തെ ചിന്ത, അതിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ ഭൂമിയുടെ ഹല്ലേലൂയ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ യുദ്ധങ്ങളെ നൃത്തം ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച്, കുന്തം മുറിച്ച്, രഥങ്ങളെ തീയിൽ ഇട്ട് കളയുന്നു. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഈ ദൈവവചനവുമായി ഇങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം എനിക്ക് നൽകിയ അല്ലെങ്കിൽ ഒരു ശബ്ദം കൂടെ ഞാൻ ദൈവമക്കളോട് പറയാം. അല്ലെങ്കിൽ ശാന്തത വരുത്തുന്ന ദൈവത്തെക്കുറിച്ച് ഞാൻ ഓർപ്പിക്കുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, കഴിഞ്ഞ ചില നാളുകളായി എൻ്റെ ജനം അനുഭവിച്ച ഹല്ലേലൂയ ചില യുദ്ധങ്ങളെ ഞാൻ നിർത്തൽ ചെയ്യാൻ പോവുക. ഹല്ലേലൂയ. ചില വേദനകൾക്ക്, ഹല്ലേലൂയ സന്ധിയില്ലാ സമരങ്ങൾക്ക്, ഹല്ലേലൂയ നമ്മുടെ കഴിവുകൊണ്ടും കരുത്തുകൊണ്ടും അതിനൊരു ഹല്ലേലൂയ ഫുൾ സ്റ്റോപ്പ് ഇടാൻ നാം ശ്രമിച്ചു. എന്നാൽ നമ്മെ കൊണ്ട് കഴിഞ്ഞില്ല. നമ്മുടെ പ്രാപ്തി കൊണ്ട് നാം ശ്രമിച്ചു, അതിനെ ജയിപ്പാൻ കഴിഞ്ഞില്ല. ആ വെല്ലുവിളികളെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അല്ലെ മല്ലനായ ഗോലിയാത്ത് തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്നത് പോലെ അല്ലെങ്കിൽ വർഷങ്ങളായി മാസങ്ങളായി നമുക്ക് വിരോധമായി വെല്ലുവിളിച്ചുകൊണ്ട് എതിരാളി ഉയർന്നു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, ഈ പുതിയ മാസത്തിന്റെ ഈ പ്രാരംഭ ഞായറാഴ്ച വിശ്വസിക്കുന്ന ദൈവമൈതലേ, നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ ഒരു ശാന്തത എന്റെ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. ഇന്നിന്റെ അനുഭവത്തിൽ നീ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ, ആ ഭാരങ്ങൾ ഉണ്ടല്ലോ, പലപ്പോഴും അത് നിന്നെ അസ്വസ്ഥതപ്പെടുത്തുമ്പോ വയ്യ കർത്താവേ എന്ന് പറയുന്ന സഹിക്കുവാൻ കഴിയാതെ നീ ഒരുക്കുന്ന കണ്ണുനീരിന്റെ മുമ്പിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം നിനക്ക് വേണ്ടി ചിലത് പ്രവർത്തിക്കാൻ പോകുകയാ. ദൈവം നിനക്ക് വേണ്ടി അല്ല ചിലത് ചെയ്യാൻ പോകുകയാ. ആ ഭാഗം ശ്രദ്ധിച്ചാൽ യുദ്ധങ്ങളെ നൃത്തം ചെയ്യുന്നതിന്റെ ഭാഗമായി അവൻ വില്ലെന്ത് ചെയ്യുക, ഒടിക്കുകയാ, കുന്തങ്ങളെ മുറിക്കുകയാ. കഴിഞ്ഞ നാളുകളിൽ ഈ വില്ലാണ് ഉപയോഗിച്ചത്, ഈ കുന്തമാണ് ഉപയോഗിച്ചത്. ഇതാണ് നിന്റെ നേരെ ഒരു ചാട്ടുളി പോലെ പലപ്പോഴും നിന്റെ ജീവിതത്തില് അല്ല നിന്നെ മുറിവേൽപ്പിച്ചത്, ഓരോ നിലയിലും നിന്നെ ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് സ്വർഗം തീരുമാനിച്ചു, ഞാൻ അതിന്റെ മേലൊരു പൂർണ്ണ ജയം കൽപ്പിക്കുകയാ. ആ വില്ല് ഞാൻ ഒടിച്ചു കളയാൻ പോകുകയാ, ആ കുന്തകളെ ഞാൻ മുറിച്ചു കളയാൻ പോകുകയാണ്. മാത്രമല്ല പലപ്പോഴും ഈ വില്ലോടും ഈ കുന്തകളോടും കൂടെ നിന്റെ നേരെ ഉരുണ്ടു വന്ന ആ രഥചക്രങ്ങളുണ്ടല്ലോ, ഇന്നു പകൽക്കാലം നീ വിശ്വസിക്കുക, ആ രഥങ്ങളെ ഇന്നു പകൽക്കാലം തീയിലിട്ടു കളഞ്ഞ അതിന്റെ മേലൊരു പൂർണ്ണ ജയം നൽകുവാൻ എന്റെ ദൈവം വിശ്വസിക്കുന്നവനാണ്, അല്ല പ്രവർത്തിക്കുന്നവനാണ്. ഇന്നു പകൽ ഹൃദയത്തിൽ ആ ദൂത ദൈവജനം ഏറ്റെടുത്ത് ഹൃദയത്തിൽ ഇടപെടുന്നവർ ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചാട്ടെ. ജീവിതത്തിൽ ഒരു ശാന്തത ഇന്നലെ വരെ കാണാത്ത, ഇന്നലെ വരെ അനുഭവിക്കാത്ത ഒരു ശാന്തതയിലേക്ക് ദൈവം നിന്റെ ഭവനത്തെ നടത്തുകയാ, നിന്റെ ബിസിനസിനെ നടത്തുകയാ, നിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ നടത്തുകയാ.
ഹല്ലേലൂയ. ശാന്തത വരുത്തുന്ന ദൈവം, ശാന്തത വരുത്തുന്ന ദൈവം. നമ്മൾ നോക്കിയിട്ടൊന്നും ഒരു ശാന്തത വരത്തില്ല. ഹല്ലേലൂയ. പലപ്പോഴും ബലഹീന മനുഷ്യരായ നാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു സഹായമില്ലാതെ ശാന്തത കിട്ടാനായി നമ്മൾ വളരെ പരിശ്രമിക്കാറുണ്ട്. ഹല്ലേലൂയ. യേശു തന്റെ ശിഷ്യന്മാരുമായി അക്കരയ്ക്ക് പോകുന്ന യാത്രാവേളയിൽ അവരുടെ ആ പടകിന് നേരെ ഓളങ്ങളും തിരമാലകളും ഒക്കെ ഉണ്ടായി. എന്നാൽ അമരത്ത് തലയണ വെച്ച് ഉണങ്ങുന്ന കർത്താവിനെ ഉണർത്താതെ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ ഒരു പരിധിവരെ പത്രോസ് ഉൾപ്പെടെയുള്ള കടലുമായി പരിചയമുള്ള ആളുകൾ വളരെ കിണഞ്ഞു പരിശ്രമിച്ചു. പക്ഷേ അവരുടെ ആ ശ്രമം കൊണ്ടൊന്നും ഫലവത്തായ ഒരു ക്രമീകരണം ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ അവർ ഗുരുവിനെ എന്ത് ചെയ്തു? ഉണർത്തി. അവർക്ക് മനസ്സിലായി ഇനി നാശത്തിനധികം സമയമില്ല. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലോ എന്ന് പറഞ്ഞപ്പോൾ ഗുരു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും എന്ത് ചെയ്തു? ശാസിച്ചു. അവിടെ വലിയ ശാന്തതയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു പത്രോസ് അല്ലെങ്കിൽ അവനോട് ഒരുമിച്ച് ശിഷ്യന്മാർ മണിക്കൂറുകൾ അധ്വാനിച്ചിട്ടും ശാന്തത വരുത്താൻ കഴിയാത്ത അന്തരീക്ഷത്തിന് എന്റെ കർത്താവ് എഴുന്നേറ്റ് 2 വാക്ക് പറഞ്ഞപ്പോ അവിടെ ശാന്തതയുണ്ടായി. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് അവസരം കൊടുക്കുക, ദൈവത്തിന് അവസരം കൊടുക്കുക. മുമ്പിൽ നിന്ന് അല്പസമയത്തേക്ക് നമ്മളൊന്ന് മാറിക്കൊടുക്കുക. എന്റെ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുക. അവൻ എഴുന്നേറ്റാൽ ഒരു ശാന്തതയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അവനെ ഉണർത്തേണ്ടതായ ഉത്തരവാദിത്വം, അവനോട് കാര്യങ്ങൾ ഉണർത്തിക്കേണ്ടതായ ആ ചുമതല നമുക്ക് ഇന്ന് പകൽ കർത്താവിനോട് പറയാം. കർത്താവ്, എന്റെ ജീവിതത്തിന്റെ ഇന്ന മേഖലകളിൽ ഒരു ശാന്തതയില്ല. വളരെ നാളുകളായി ആ ഭാരം ഞാൻ അനുഭവിക്കുന്നു. ഒരുപക്ഷെ ആ വ്യക്തിയിൽ നിന്നായിരിക്കാം, ഒരു കുടുംബത്തിൽ നിന്നായിരിക്കാം, ഒരു പ്രത്യേക ഹല്ലേലൂയ ഒരു ദേശത്ത് നിന്നായിരിക്കാം ഞാൻ അനുഭവിക്കുന്ന ഒത്തിരി വേദനകളും ഒത്തിരി ഭാരങ്ങളുമുണ്ട്. എന്നാൽ കർത്താവേ, നീ ഒരു ശാന്തത വരുത്തണമേ. ദൈവമക്കളെ, ദൈവം അതിര് വരച്ചാൽ അത് വലിയൊരു ശാന്തതയാണ്. ഹല്ലേലൂയ. നാം സേവിക്കുന്ന ദൈവം, നാം ആരാധിക്കുന്ന ദൈവം ആരാന്നറിയുമ്പോൾ നമുക്ക് സ്തോത്രം പറയാൻ വകയുണ്ട്. അവൻ മണലുവാരി സമുദ്രത്തിന് അതിരിട്ട ദൈവമാണ്. അവൻ കൽപ്പിച്ചൊരു വാക്കുണ്ട്, ദാ ഇവിടെ വരെ നിനക്ക് വരാം. ഇവിടെ എത്തുമ്പോൾ നിന്റെ ഗർവം അടങ്ങും. ദൈവത്തിന് സ്തോത്രം. ലോകത്തിലുള്ളതായ ബുദ്ധി രാക്ഷസന്മാർ കടലിന് അതിന്റെ തിരകളുടെ കോപം അതിനെ ചെറുക്കാനായി വലിയ കോൺക്രീറ്റ് ഭിത്തികളും അതുപോലെയുള്ളതായ ബണ്ടുകളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അതിനെയൊക്കെ തിരമാലകൾ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, മണലുവാരി സമുദ്രത്തിന് അതിരിട്ടുകൊണ്ട് ദൈവം പറഞ്ഞു, ഇവിടെ എത്തുമ്പോൾ നിന്റെ ഗർവം അടങ്ങും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതായ അനുഭവങ്ങൾ ഒന്ന് എഴുന്നേൽക്കുവാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ആ എന്റെ ദൈവം എഴുന്നേറ്റാൽ ഇന്നലകൾ വരാത്ത, ഇന്നലകൾ വരെ അനുഭവിക്കാത്ത ഒരു ശാന്തത നല്ലൊരു ദൈവം തരും. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണോ അത് അനുഭവിക്കേണ്ടത്, എങ്ങനെയാണോ അത് വെളിപ്പെടേണ്ടത്, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം അത് തരും. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലിന്റെ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഹല്ലേലൂയ, പിന്നീട് ദേശത്ത് ഇത്ര വർഷം സ്വസ്ഥതയുണ്ടായി. ഹല്ലേലൂയ. ദൈവം ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ പഴയ നിയമത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു ചരിത്രം അതാ, സ്വസ്ഥത, ഒരു ശാന്തതയുണ്ടായി. ശാന്തതയുണ്ടായി. സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവരാഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നമുക്ക് വിശ്വസിക്കാം, ഈ മധ്യ വസിക്കുന്ന ദൈവം തുണയായിരിക്കുന്ന ദൈവമാണ്, കൂടെയിരിക്കുന്ന ദൈവമാണ്. മാത്രമല്ല അവൻ ശാന്തത വരുത്തുന്ന ദൈവമാണ്. ഇനിയും അതിന്റെ 5-ാമത്തെ വാക്യം വായിക്കാം. ദൈവം അതിന്റെ മധ്യയുണ്ട്. ഹല്ലേലൂയ. ദൈവം അതിന്റെ മധ്യയുണ്ട്. ആ ദൈവം ചെയ്യുന്ന 2 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവം അതിന്റെ മധ്യയുണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. 2, ദൈവം അതിനെ സഹായിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവം മധ്യ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ കുലുക്കമൊക്കെ വരും. പക്ഷേ നീ കുലുങ്ങിപ്പോകാൻ, പരാജയപ്പെടാൻ ദൈവം സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. അടുത്ത വാക്യം, നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും. ഹല്ലേലൂയ. അതിന്റെ മറ്റ് ഭാഷാന്തരത്തിലെ വാക്കുകൾ, നീതിമാൻ പരാജയപ്പെടാൻ ദൈവം ഒരു നാൾ സമ്മതിക്കുകയില്ല. കുലുക്കാൻ കാറ്റുകൾ വരും,
കുലുക്കുവാൻ തിരമാലകൾ ഉണ്ടാകും, പ്രതികൂലങ്ങൾ ഒരുപാട് നമുക്കെതിരെ എഴുന്നേറ്റെന്ന് വരാം. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ, അതൊന്നും നമ്മെ കുലുക്കുവാൻ കഴിയുകയില്ല. അല്ലെങ്കിൽ ഒരു വടവൃക്ഷമായി നിൽക്കുവാൻ ദൈവം നമുക്ക് കൃപ തരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, നീതിമാനെ ഉപമിച്ചിരിക്കുന്നത് ലെബാനോനിലെ ദേവദാരുവിന് തുല്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലെബാനോനിലെ ദേവദാരു പോലെ അവൻ വളരും. ദൈവത്തിന് സ്തോത്രം. എന്താ ലെബാനോനിന്റെ ദേവദാരുവിന്റെ പ്രത്യേകത? ഹല്ലേലൂയ. ചിന്തകന്മാർ പറയുന്നത് ഹല്ലേലൂയ, അത് കാറ്റ് അതിന്മേൽ അടിക്കുമ്പോ ഈ ദേവദാരുവിനുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് വില്ലുപോലെ വളയാനുള്ള ഒരു കഴിവ് അതിനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ വലിയ കാറ്റ് വരുമ്പോ ആ കാറ്റിന് വഴങ്ങിക്കൊടുത്ത് അതിന്റെ അഗ്രം വന്നൊരു പക്ഷേ നിലത്ത് മുട്ടുന്ന ഒരനുഭവത്തിൽ വരെ വരും. കാണുന്നതായ ആളുകൾ, ശ്രദ്ധിക്കുന്ന ആളുകൾ പറയും അത് ഒടിഞ്ഞു പോകും. എന്നാൽ ഹല്ലേലൂയ, കാറ്റ് കഴിയുമ്പോ അത് പൂർവസ്ഥിതി പ്രാപിക്കത്തക്ക നിലയിൽ അതിനെ കാറ്റിന് അനുസരിച്ച് ഹല്ലേലൂയ, അതിനെ ചെറുക്കുവാനല്ല, അതിനെ അതിജീവിക്കാൻ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണ് ഈ ഒരു പ്രത്യേക നിലവാരം എന്ന് പറയുന്നത്. രണ്ടാമൊരു ചിന്തകന്മാർ പറയുന്നത്, ഈ കാറ്റടിച്ച് അതിന്റെ തായ്വേരും അതിന്റെ പക്കുവേരും ഒക്കെ ഒന്ന് ഇളകുമ്പോൾ ആ ഇളക്കത്തിനനുസരിച്ച് അതിന്റെ പക്കുവേരുകൾ സൈഡിലേക്കും അതിന്റെ തായ്വേര് ആഴത്തിലേക്കും അത് ഇറങ്ങാനിടയായിത്തീരും. മാത്രമല്ല, ഒരു ഹല്ലേലൂയ, ഈ ദേവദാരുവിന്റെ ഒരു തായ്വേര് പഠിച്ചു കഴിയുമ്പോൾ, ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ചിന്തകന്മാർ പറയുന്നത് ഇങ്ങനെയാണ്: എത്രമാത്രം ഇതിനെ ഇളക്കാൻ ശക്തികൾ ഉണ്ടായിട്ടെന്നുള്ളത്, ഇതിന്റെ ആഴത്തിലേക്ക് ഇതിന്റെ വേര് പോയിരിക്കുന്നത് കാണുമ്പോൾ ഒരു കാര്യം വിളിച്ചറിയിക്കുന്നത് സത്യമാണ്. ഇത് ഒത്തിരി പ്രതികൂലങ്ങൾ താണ്ടിയത്. ഇത്രയും ആഴത്തിലേക്ക് ഈ വേരിറങ്ങണമെങ്കിൽ ഇത് അഭിമുഖീകരിച്ചതായ പ്രതികൂലങ്ങൾ അത് ചെറുതല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് പറയാൻ കഴിയുമല്ലോ, ഹല്ലേലൂയ, പലപ്പോഴും അനുഭവ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, എന്നിലും ശക്തന്മാർ എത്രയോ പേര് വീണുപോയി. എങ്കിലും കാറ്റ് വന്നിട്ടും കോളുകളൊക്കെ ജീവിതത്തിന് നേരെ വന്നിട്ടും എന്റെ വിശ്വാസത്തിൻ്റെതായ വേരുകൾ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ താഴുവാൻ ഇടവന്നതുകൊണ്ട് ഇന്നും നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മോടൊരുമിച്ച് വിശ്വാസത്തിൽ വന്ന എത്രയോ പേര് ഇന്ന് ഈ ഭൂമിയിലില്ല. ഒരുപക്ഷെ അവരോട്ടം ഓടി തികച്ചവരായിരിക്കാം, ഓട്ടം മതിയാക്കി ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടവരായിരിക്കാം, ദൈവകോപം ഏറ്റുവാങ്ങിയവരായിരിക്കാം. എന്നാൽ ഇതൊക്കെ കണ്ടും കേട്ടും ഇന്ന് വരെ എത്തുവാൻ, ഹല്ലേലൂയ, ഈ മെയ് മാസത്തിന്റെ ആരംഭ ദിനവും ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം കൃപ ചെയ്തത് ഓർക്കുമ്പോ ദൈവവൈതലെ എത്ര സ്തുതിച്ചാലും അത് മതിയാകയില്ല. പ്രതികൂലങ്ങൾ വന്നപ്പോഴൊക്കെ അതിനെ അതിജീവിക്കാൻ ഒരു പ്രത്യേക കൃപ, ദേവദാരുവിന് വളയാനൊരു കൃപയാണ് കൊടുത്തെങ്കിൽ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രത്യേക കൃപ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എങ്ങനെ അതിജീവിക്കണമെന്ന്, എങ്ങനെ അതിനെ ധാരണം ചെയ്യുമെന്ന്. അതുകൊണ്ടല്ലേ ചില അവസരങ്ങളിൽ നാം സ്നേഹിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ പ്രതികൂലങ്ങളൊക്കെ ഒന്ന് ശാന്തമായി എന്ന് തോന്നുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം, എങ്ങനെ നിങ്ങൾ ഇതിന്റെ മധ്യേ നിലനിന്നത്? ഹല്ലേലൂയ. പലരും വീണുപോയത് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. തായ്വേര് വരെ മുറിഞ്ഞുപോയി പലരും കടപുഴകി വീണത് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ എങ്ങനാ നിന്നത്? ഒരുപക്ഷെ നിൽക്കുന്നിടത്തെ അടിയിലെ മണ്ണൊലിച്ചു പോകുന്ന വൃക്ഷങ്ങൾ ചില സ്ഥലങ്ങളിൽ ശ്രദ്ധിച്ചാൽ അറിയാം, മണ്ണില്ലെങ്കിലും ചിലതൊക്കെ പിടിച്ചു നിൽക്കുന്നത് കാണാൻ കഴിയും. എന്താ കാര്യം എന്നറിയാമോ? അതിന്റെ വേരുകൾ അത്ര ശക്തമായിട്ട് ഹല്ലേലൂയ അടിയിലുള്ളതായ മണ്ണ് വരെ ഒലിച്ചു പോയിട്ടും ഹല്ലേലൂയ ഇത് വളരെ നിലപരിയായി തീരാതിരുന്നതിന്റെ കാരണം അത്രമാത്രം ഉറപ്പോടെ ദൈവം അതിനെ നിർത്തിയത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, മാറി ഓരോ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും ദൈവം നമ്മെ നിർത്തിയ ദൈവത്തിന്റെ കരുണ എത്ര വലിയതാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അതിന്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. ഇന്ന് പകൽ ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുത്ത് പറ, കർത്താവേ, നീ എന്റെ മധ്യേ ഉണ്ടതുകൊണ്ട്, നീ എന്നോട് കൂടെ ഉള്ളതുകൊണ്ട്, എന്റെ കുടുംബത്തിൽ എന്റെ ജീവിതത്തിന്റെ മധ്യേ അങ്ങുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നത്. ഹല്ലേലൂയ. കർത്താവ് മധ്യേ ഉണ്ടെങ്കിൽ കുലുങ്ങിപ്പോകത്തില്ല.
എങ്ങനെയാ കുലുങ്ങത്തില്ല എന്ന് ചോദിച്ചാൽ ഒത്തിരി അനുഭവങ്ങൾ വേദത്തിൽ കൂടെ ഓർപ്പിക്കാനുണ്ട്. സമയം ഓടി പോകുന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഒരു ചിന്ത ഞാൻ പറയാം. ഹല്ലേലൂയ. ഇത് ഗലീലയിലെ ഒരു വിരുന്ന് ഭവനത്തെ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. വളരെ സന്തോഷ സമൃദ്ധിയോടുകൂടെ എങ്ങും ആളുകൾ ആരുടെ മുഖത്ത് നോക്കിയാലും വളരെ ആനന്ദമുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയ ആ ഒരു പ്രോഗ്രാമിൽ സംബന്ധിക്കുന്നുണ്ട്. എന്നാൽ ചില നിമിഷങ്ങൾ ശ്രദ്ധിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ മുഖത്തേക്ക് നോക്കിയാൽ ഹല്ലേലൂയ, മിനിറ്റുകൾ കഴിയും തോറും അവരുടെ മുഖത്തെ പ്രസരിപ്പിങ്ങനെ കുറഞ്ഞു വരികയാണ്. അവരോടി കർത്താവിന്റെ ഹല്ലേലൂയ അമ്മയുടെ അടുക്കലെത്തി വിവരങ്ങൾ പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവിന്റെ അടുക്കൽ മറിയ ഓടിച്ചെന്നിങ്ങനെ പറഞ്ഞു, അവർക്ക് വീഞ്ഞ് ഇല്ല. ദൈവത്തിന് സ്തോത്രം. ഒരു കുലുക്കം നേരിട്ടിരിക്കുക. അല്ലെ, വിരുന്നുവാഴിയെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയാതെ ക്ഷണിക്കപ്പെട്ട വിരുന്നുവാഴിയുടെ മുമ്പിൽ മാന്യത നഷ്ടപ്പെട്ടു പോകുന്ന, തല കുനിയേണ്ടി വരുന്നതായ ഒരവസ്ഥ മുമ്പിൽ വരികയാ. ഏത് കുടുംബത്തിനും അതൊരു തീരാ നാണക്കേട്, ഒരു തീരാ നഷ്ടമാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, അങ്ങനെ ഒരു സംഭവത്തിൽ സാക്ഷിയായി തീർന്നാൽ നമ്മുടെ ഓർമ്മയിൽ എന്നും അതിരിക്കും. ഏതാണ്ട് ഒരു 15-20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു സഹോദര പ്രസ്ഥാനത്തിന്റെ നേതൃത്വ നിലയിലെത്തിയ ഒരു ദൈവദാസന്റെ വിവാഹത്തിന് ഞാൻ സംബന്ധിച്ചു. ഒരു സ്കൂളിന്റെ ക്രമീകരിക്കപ്പെട്ട ഒരു സൗകര്യത്തിലാണ് റിസപ്ഷൻ നടന്നത്. ഇന്നത്തെ പോലുള്ള നിലവാരമല്ല, അന്നത്തെ പോലെ ഇലയൊക്കെ ഇട്ടുള്ളതായ ആഹാരമാണ്. വലിയ പൂവമ്പഴം ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ മേശയിലെല്ലാം വിളമ്പി എല്ലാം റെഡിയായി. പ്രാർത്ഥിക്കാൻ അവസരം നോക്കിയിരിക്കുക ചോറ് വിളമ്പാൻ. ചില ഭാഗത്ത് ചോറൊക്കെ വിളമ്പി കറി ഒഴിച്ചില്ലെന്നേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും ഇങ്ങനെ അക്ഷമരായിട്ട് അതിലെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു വലിയ ശബ്ദം കേട്ടു. ആ ഫംഗ്ഷനിൽ സംബന്ധിച്ചുകൊണ്ടിരുന്ന മണവാട്ടിയുടെ അകന്ന ബന്ധു, അദ്ദേഹം അല്പം മദ്യം കഴിച്ചാണ് അദ്ദേഹം അതിൽ സംബന്ധിച്ച്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഒരു വാർഡ് മെമ്പറാണ്. അദ്ദേഹം എന്തോ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വിളമ്പുകാരെന്തോ പറഞ്ഞു, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം തൻ്റെ മുമ്പിലിരുന്ന ഇല ഒരു 3 ഭാഗമായി കീറി അടുത്തിരുന്ന 3 പേരുടെ ഇലയിലേക്ക് ഇട്ടു. ആരോ അവിടെ ഇരുന്ന്, അപ്പോൾ എനിക്കൊരു അല്പദൂരമായിട്ട് സംഭവിക്കുന്നേ, ആരോ അവിടെ ഇരുന്ന് പറഞ്ഞു, അടി തുടങ്ങിയെന്ന് പറഞ്ഞു. സത്യത്തിൽ ഒരിളക്കാൻ വേണ്ടിയാണ് പറഞ്ഞേ. 3 ബസ്സിൽ, ടൂറിസ്റ്റ് ബസ്സിൽ പോയ ഞങ്ങളെല്ലാവരും നിരാശയോടെ വന്ന് ആ ബസ്സിൽ കയറി പട്ടിണിയോടെ തിരിച്ചു പോകേണ്ടി വന്നു. ആ വീട്ടുകാരൊക്കെ വന്ന് സ്വാതന്ത്ര്യപ്പെടുത്തി വീണ്ടും ആ ഊണ് കഴിക്കാൻ ഞങ്ങളെ ക്ഷണിച്ചു. കൂടെ പോയ ആൾക്കാരൊന്നും പറഞ്ഞു, അല്ലെ, ഇങ്ങനെ ഞങ്ങളെ നിന്ദിക്കുന്ന ഒരു അന്തരീക്ഷമായതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട. ദൈവമക്കളെ, സംഭവം നടന്നിട്ടൊരു 20 വർഷത്തോളമായി. ഇപ്പോഴും ചില അവസരങ്ങളിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് മാസികയിലെങ്ങാനും കാണുമ്പോൾ പെട്ടെന്ന് ഇതാ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. പട്ടിണിയോട് ഇതെല്ലാം കണ്ട് തൃപ്തി പ്രാപിച്ച് പോകുന്നൊരു സാഹചര്യം. ഇതുപോലെ നമ്മുടെ അനുഭവത്തിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ മരണം വരെ അല്ലെങ്കിൽ ഓർമ്മ നഷ്ടപ്പെടുന്നത് വരെ ആ വ്യക്തിയെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ പരാമർശിക്കുമ്പോൾ നമ്മുടെ ആ ചിന്തയിലേക്ക് ഓടി വരും, അന്ന് ഞങ്ങൾ അവിടെ ഒരു കല്യാണത്തിന് പോയതാ, അല്ലെ ഒരു വിഷയത്തിന് പോയതാ, ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായി. മനുഷ്യനത് ഓർക്കും. ഇവിടെ ഇതാ കാനാവിലെ വിരുന്ന് ഭവനത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നാണക്കേട് സംഭവിക്കുന്ന, മാന്യത നഷ്ടപ്പെടുത്തുന്ന, മറുപടി പറയാൻ കഴിയാത്ത ഒരു നാണക്കേടിന്റെ വിഷയത്തിലേക്ക് ആ ഭവനം നീങ്ങിക്കൊണ്ടിരിക്കുക. ഒരു വല്ലാത്ത കുലുക്കം നേരിട്ടു. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, യേശുവിനെയും അവന്റെ ശിഷ്യന്മാരെയും അവിടെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. കുറിവാക്യം മറക്കരുത്. ദൈവം അതിന്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. അടുത്ത വാക്യം, ദൈവം അതിനെ സഹായിക്കും. ഹല്ലേലൂയ. ദൈവവൈതലേ, കർത്താവ് മധ്യേ ഉണ്ടോ? ഹല്ലേലൂയ. ദൈവം അത് കണ്ടുകൊണ്ടിരിക്കത്തില്ല. കർത്താവ് ഉള്ളപ്പോൾ നീ കുലുങ്ങാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. നീ കുലുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കയില്ല. ദൈവം നിന്നെ സഹായിക്കും. ദൈവത്തിന് സ്തോത്രം. ആ ഒരു സാഹചര്യത്തിൽ ആർക്കും സഹായിപ്പാൻ കഴിയത്തില്ല, ആർക്കും അത് പരിഹരിക്കാൻ കഴിയത്തില്ല. പരിഹരിപ്പാൻ ഒരുവനേ കഴിയത്തുള്ളൂ, അത് നസറേനായ യേശുവിന് മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം.
അല്ലെങ്കിൽ ആ കുലുക്കങ്ങൾ നിറഞ്ഞ ആ സാഹചര്യം ഒന്ന് പരിഹരിച്ച് അതിനൊരു പൂർണ്ണമായ നിലയിലുള്ളതായ ഒരു മാറ്റം വരുത്തുവാൻ എന്റെ യേശുവിന് കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പരിഹരിച്ചു തന്ന എത്രയോ വിഷയങ്ങൾ, ഹല്ലേലൂയ, നമ്മെ കൊണ്ട് പറ്റാത്തത് ജോലിപരമായ വിഷയത്തിലാകട്ടെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമുള്ള ബന്ധത്തിലാകട്ടെ, നമ്മുടെ ഭവനങ്ങളുടേതായ പണിയോടുള്ള ബന്ധത്തിലാകട്ടെ, എത്രയോ കാര്യങ്ങൾ അല്ല മാനുഷികമായ നിലയിൽ പരിഹരിക്കപ്പെടാതെ നാം കുലുങ്ങിപ്പോയ വേളകളിൽ അയ്യോ യഹോവേ എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ആ ദൈവത്തിന്റെ സ്നേഹം എത്ര വലിയതാ. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ വിസ്താര ഭയത്താൽ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ദൈവം അതിന്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങി പോകുകയില്ല. അധികാലത്ത് തന്നെ ദൈവം അതിനെ സഹായിക്കും. പ്രിയരെ, ഇന്ന് പകൽ ഈ ചിന്തയുടെ മുമ്പിൽ ഒന്ന് സമർപ്പിക്കാൻ കഴിയുമോ? ദൈവം അതിന്റെ മധ്യേ ഉണ്ട്. ഇന്ന് പകൽ ഉറപ്പുവരുത്ത്, എന്റെ പടകിൽ കർത്താവുണ്ട്, എന്റെ കുടുംബത്തിൽ കർത്താവുണ്ട്, എന്റെ ജീവിതത്തിൽ കർത്താവുണ്ട്. അതുകൊണ്ട് കുലുക്കുന്ന ശക്തികൾ ഏത് എനിക്ക് വിരോധമായി എഴുന്നേറ്റാലും ഞാൻ ഭയപ്പെടുകയില്ല. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സീയോൻ പർവ്വതം പോലെയാകുന്നു. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നത് പോലെ യഹോവ തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. നമുക്ക് വിശ്വസിക്കാം, എന്നെ ചുറ്റി പരിപാലിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. പ്രവചന പുസ്തകങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ അവരുടെ ചുറ്റും ഒരു തീമതിലായിരിക്കും. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്ന ദൈവ പൈതലേ, എന്റെ കർത്താവിന്റെ പരിപാലനം എത്രയോ ശ്രേഷ്ഠമാ. എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ ഹല്ലേലൂയ പരിപാലിക്കുന്ന പോലെ, കരികൾ തന്റെ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ ചുറ്റി പറന്ന് സൂക്ഷിക്കുന്നത് പോലെ ദൈവം നമ്മെ പരിപാലിപ്പാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവകരങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കഴിഞ്ഞ നാളുകളിൽ ഹല്ലേലൂയ കുലുക്കുവാൻ, കുലുങ്ങിപ്പോകുമെന്ന് നാം ചിന്തിച്ച, നാം ഉറപ്പിച്ച, നമ്മെ കണ്ട പലരും, നമ്മെ ശ്രദ്ധിച്ച പലരും ഹല്ലേലൂയ ഉറപ്പായി പറഞ്ഞു അവർ കുലുങ്ങിപ്പോയി. പക്ഷേ ഹല്ലേലൂയ ആ കാറ്റ് കഴിഞ്ഞു, ആ തിരമാലകൾ കഴിഞ്ഞു, ഒന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ടപ്പോ അവരുടെ മനസ്സ് മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുലപാതകൻ എന്ന് പറഞ്ഞവർ അല്പസമയം കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സ് മാറി. അവർ പറഞ്ഞു, ഇവൻ കുലപാതകനല്ല, ഇവൻ വാസ്തവത്തിൽ ഒരു ദൈവത്തിൻ്റെതായ ഹല്ലേലൂയ ഒരു പ്രതിപുരുഷനാണ്, ഇവനൊരു ദേവനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമേ, നമ്മെ നോക്കിയിരുന്ന പലരും ഹല്ലേലൂയ വാക്കുകൾ കൊണ്ട് നമ്മെ വിധിയെഴുത്തുകൾ നടത്തി ഹല്ലേലൂയ ആ നിലയിൽ ഹല്ലേലൂയ ആക്രോശിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ പലരുടെയും മനസ്സ് മാറിയത് നാം കണ്ടിട്ടുണ്ട്. പലരുടെയും മനസ്സ് മാറി അവർ തിരുത്തി പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ അന്നൊക്കെ അങ്ങനെ പറഞ്ഞെങ്കിലും, അന്നൊക്കെ അങ്ങനെ ചിന്തിച്ചെങ്കിലും എനിക്കൊന്ന് മനസ്സിലായി, നിന്നിൽ വ്യാപരിക്കുന്ന ഒരു പ്രത്യേക ദൈവത്തിന്റെ ശക്തിയാണ്. നീ വിളിക്കുന്ന ദൈവം ഒരു പ്രത്യേക കഴിവുള്ള ദൈവമാണ്. അല്ല, നീ വിളിക്കുന്ന ദൈവം ഒരു പ്രത്യേക ശക്തിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകത്തിൽ നെബൂഖദ്നേസർ പോലും പറഞ്ഞൊരു സത്യം, ഹല്ലേലൂയ, ശരീരത്തെ പോലും നോക്കാതെ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ഹല്ലേലൂയ ഈ ബാലന്മാരെ സ്വദൂതനെ അയച്ചു വിടുവിച്ച ഒരു ദൈവം, ഹല്ലേലൂയ, ഇതുപോലൊരു ദൈവം വേറെയില്ല. പലരുടെയും മനസ്സു മാറി. ഹല്ലേലൂയ. തീക്കകത്തേക്ക് ഇടുവാൻ കൽപ്പിച്ചവൻ തന്നെ ഹല്ലേലൂയ ഇവരുടെ വിശ്വാസത്തെ കുലുക്കാൻ അവൻ ശ്രമിച്ചത്. പക്ഷേ അവന്റെ ജീവിതം കുലുങ്ങിയപ്പോ അവൻ ആവർത്തിച്ച് മനസ്സു മാറി പറഞ്ഞു, ഹല്ലേലൂയ, വാസ്തവത്തിൽ ഇവരിൽ വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയാ. ദൈവവൈതലേ, നമ്മുടെ ചുറ്റുപാടുകൾ തിരിച്ചറിയട്ടെ, നമ്മുടെ ദേശം തിരിച്ചറിയട്ടെ, നമ്മുടെ ഭവനങ്ങളിൽ വിശ്വാസത്തിലേക്ക് വരാത്തവർ തിരിച്ചറിയട്ടെ, നമ്മിൽ വ്യാപരിക്കുന്നത് ആ ഒരു അത്യന്ത ശക്തിയാണെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽ നമുക്ക് വിശ്വസിക്കാം, നമുക്ക് ധൈര്യപ്പെടാം, നമുക്ക് ഒന്നുകൂടെ ദൈവസന്നിധിയിൽ ഉറയ്ക്കാം. ഹല്ലേലൂയ. ദൈവം അതിന്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. ദൈവം അധികാലത്തെ അതിനെ സഹായിക്കുന്ന ദൈവത്തിൽ ഒന്നുകൂടെ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകാം. കർത്താവിന് കൊടുത്തിരിക്കുന്ന സ്ഥാനം മറ്റൊന്നും കവരാതിരിക്കട്ടെ, മറ്റൊന്നിനെയും ആ സ്ഥാനത്ത് കാണാൻ ഇടയാകാതിരിക്കട്ടെ, മറ്റൊന്നിനും ആ സ്ഥാനം കൊടുക്കാതിരിപ്പാൻ നമുക്ക് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. കർത്താവിന് കൽപ്പിച്ചു കൊടുത്ത സ്ഥാനം, കർത്താവ് ചോദിച്ചു വാങ്ങിയ സ്ഥാനം എന്നും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ പോലും ദൈവകൃപയിൽ നിന്ന് വീണുപോകാൻ ഇടവരാതെ ദൈവകൃപയിൽ നിലനിൽക്കുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം, തലകളെ വണക്കി ഒരു നിമിഷം ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ദൈവം അതിൻ്റെ മധ്യമുണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല.
ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കുന്നൊരു ദൈവം കുലുക്കങ്ങളുടെ നടുവിൽ നമ്മെ ഉറപ്പിക്കുന്നൊരു ദൈവം. ഒരു പക്ഷേ നാം ആയിരിക്കുന്ന ദേശത്ത് നിന്ന്, നാം ജോലി ചെയ്യുന്ന സ്ഥാനത്തിൽ നിന്ന്, ഈ കൃപയിൽ നിന്ന് നമ്മെ കുലുക്കിക്കളഞ്ഞ്, നമ്മെ കുലുക്കി പിഴുത് കളയാൻ ശത്രു എത്രയോ പ്രാവശ്യം ശ്രമിച്ചു. ഈ കൃപയിൽ നിന്ന്, ജോലിയിൽ നിന്ന്, ദേശത്ത് നിന്ന്. എന്നാൽ പല ഇളക്കങ്ങൾ സംഭവിച്ചെങ്കിലും, പല കുലുക്കങ്ങൾ സംഭവിച്ചെങ്കിലും ദൈവം അവിടെ തന്നെ നമ്മെ ഉറപ്പിച്ചു. ആ കൃപയിൽ, ആ ജോലിയിൽ, ആ ദേശത്ത് ദൈവം നമ്മെ ഉറപ്പിച്ചു. ഹല്ലേലൂയ. നമ്മെ ഒരുപക്ഷെ ഇളക്കാൻ ശ്രമിച്ചവർ പലരും ഇളകിപ്പോയപ്പോഴും ദൈവം നമ്മെ പരിപാലിച്ചു. ആ ദൈവത്തിന്റെ വിശ്വസ്തതയിൽ ഒരിക്കൽ കൂടെ നമുക്ക് ആശ്രയിക്കാം. ആ കർത്താവിനെ വെറുപ്പിക്കാത്ത ഒരാത്മീയ ജീവിതം നയിപ്പാൻ, ആ ദൈവത്തിന് ഇഷ്ടമുള്ള ഒരാത്മീയ ജീവിതം നയിപ്പാൻ ദൈവകരങ്ങളൊന്നുകൂടെ സമർപ്പിക്കാം. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. സ്വർഗീയ പിതാവേ, ഈ നല്ല നിമിഷത്തിനായി വീണ്ടും സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പാദപീഠത്തിൽ ഒരിക്കൽ കൂടെ അടുത്ത് വരുവാൻ അവിടുന്ന് ഞങ്ങളെ യോഗ്യരാക്കിയ ദൈവസ്നേഹത്തിനായി സ്തോത്രം. അവിടുത്തെ പാദപീഠത്തിൽ അടുത്ത് വരുവാൻ ഇന്ന് പകലും അവിടെ നൽകുന്ന ആരോഗ്യത്തിനായി, അവിടെ നൽകുന്ന പ്രാപ്തിക്കായി സ്തോത്രം. അങ്ങയുടെ പാദപീഠത്തിൽ വന്ന സമയം മുതൽ അങ്ങേ ആരാധിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നല്ലോ. കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മധ്യേ വസിക്കുന്നൊരു ദൈവത്തെക്കുറിച്ച്, തുണയായിരിക്കുന്നൊരു ദൈവത്തെക്കുറിച്ച്, കൂടെയുള്ളൊരു ദൈവത്തെക്കുറിച്ച്, ശാന്തത വരുത്തുന്നൊരു ദൈവത്തെക്കുറിച്ച് ഇന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ. അങ്ങ് ഞങ്ങളുടെ മധ്യേ ഉണ്ടെങ്കിൽ ഞങ്ങൾ കുലുങ്ങുകയില്ല എന്ന്, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമെന്ന് ഒന്നുകൂടെ കേൾക്കുവാനിടയായി. അത് ഞങ്ങളുടെ അനുഭവമായി കഴിഞ്ഞ നാളുകളിൽ താവേ തീർത്തതോർത്ത് സ്തോത്രം. പിന്നെയും ഭാരങ്ങളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ ആ വചനത്തിന്റെ വാക്കുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിവൃത്തിയായി വരുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിലായിരുന്ന, ദൈവവചനം ഏറ്റെടുത്ത, ഉൾക്കൊണ്ട, അതിന് മുമ്പിൽ സമർപ്പിച്ച എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ കൊണ്ടും അവിടുത്തെ ശക്തി കൊണ്ടും പിന്നെയും ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം ധന്യമാകുവാൻ അവിടുന്ന് സഹായിക്കണമേ. തലവണക്കിയ കർത്തൃദാസന്മാരെ അനുഗ്രഹിക്കണമേ. പിതാക്കന്മാരെ, മാതാക്കളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, യൗവനക്കാരെ, കുഞ്ഞുങ്ങളെ ഒക്കെ അനുഗ്രഹിക്കണമേ. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്നതേക്കായി സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം. തുടർന്നും പാലപീഠത്തിലായിരിക്കട്ടെ ശുശ്രൂഷകളെ അവിടുന്ന് തന്നെ നിയന്ത്രിക്കണമേ. മഹത്വവും മാനവും അവിടുന്ന് എടുക്കണം. രക്ഷിതാവും കർത്താവുമായ യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ. ഒരിക്കൽ കൂടെ നമ്മുടെ കരവും ശബ്ദം ഉയർത്തി കർത്താവിനെ 3 പ്രാവശ്യം ഉറക്കെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ
നമുക്കൊരുമിച്ച് വീണ്ടും പാടാൻ ഇടയായിത്തീരട്ടെ. യേശുവേ രക്ഷക, അങ്ങേ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ്റെ നാളെല്ലാം നന്ദിയാൽ പാടുമെന്ന് നമ്മുടെ വലത്തുകരം നമ്മുടെ മാറോട് ചേർന്നുകൊണ്ട് പാടാൻ കഴിയുന്ന